ഏപ്രിൽ 22, 2025 ഓരോ ഇന്ത്യക്കാരനെയും വളരെ വിഷമത്തിലാക്കിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 2:50 കൂടി നമ്മളെല്ലാവരും കേട്ടത്. കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നു. ഏകദേശം 28ഓളം ആളുകൾ ആ ടെററിസ്റ്റ് അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. 2008 മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഏറ്റവും കൂടുതൽ സിവിലിയൻസ് മരണപ്പെട്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയി ഇത് മാറി. ലഷ്കർ-ഇ-തൊയ്ബ എന്ന പേരുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ഇതിന് പുറകിൽ എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നമുക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. അവർ പ്രധാനമായും പാകിസ്ഥാനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അതിനിപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വീഡിയോസും ഒരുപാട് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഓരോ ഇന്ത്യക്കാരനും വളരെ വിഷമത്തിലാണ്. അതിൽ ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. പക്ഷേ നമ്മൾ അവിടുന്ന് വരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലായത് അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിട്ടുള്ള ആളുകൾ അവിടെയുള്ള ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് അതിൽ കൂടുതലും അപകടത്തിൽപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് വാർത്തയിൽ കാണാൻ കഴിയുന്നത്. ആ ആളുകളോട് അവരുടെ ജാതിയും മതവും പേരുമൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവിടെ കൊല ചെയ്തിട്ടുള്ള വളരെ വിഷമകരമായ വാർത്ത നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു പ്രതികരണം ഇതിനെതിരെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതിനെ പറ്റിയല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയകളിലുള്ള യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും വലിയൊരു അപകടം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും ഒരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെ പൊക്കി കാണിക്കാനോ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന 10 പേര് 100 പേരായിക്കോട്ടെ, അവർക്ക് എനിക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള മതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ പൊതുവേ വീഡിയോസിൻ്റെ കമൻറ്റുകളിൽ കാണുന്ന ചില പരിചിതമുള്ള വാക്കുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസിൻ്റെ താഴെ കമൻറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പഹൽഗാമിൽ നടന്നിട്ടുള്ളത് വെറുമൊരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ല. തീർച്ചയായും നമ്മുടെ നാടിനെതിരെയുള്ള ഒരു ആക്രമണമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ വീഡിയോസിൻ്റെ ഒക്കെ തൊട്ട് താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും തെറി വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തുകയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുക. വളരെ വിഷമമുള്ള കാര്യമാണിത്. കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് മറ്റൊരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് മറ്റൊരു രാജ്യത്തിന് വേണ്ടി നമ്മൾ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ ഫുള്ള് പുറത്ത് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഈ ലഷ്കർ-ഇ-തൊയ്ബ എന്നുള്ള പറഞ്ഞ സംഘടന കൃത്യമായി പാകിസ്ഥാനുമായിട്ടുള്ള ലിങ്കുള്ള ഒരു സംഘടനയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാടിനെതിരെ ഒരു വിഭാഗം വന്നിട്ട് ആക്രമണം നടത്തുമ്പോൾ നമ്മൾ ശരിക്ക് അവർക്കെതിരെ ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം നമ്മൾ അവിടെ ടെററിസ്റ്റ് ആക്രമണം നടത്തിയ ആളുകളുടെ മതമോ കൊല്ലപ്പെട്ട ആളുകളുടെ മതമോ ഒക്കെ നോക്കിയിട്ട് ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്കെതിരെ തിരിയുക എന്ന് പറയുന്നത് എത്ര വിഷമമുള്ള കാര്യമാണ്. നമ്മൾ എത്ര മണ്ടത്തരമാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തുള്ള ആളുകൾ, നമ്മുടെ രാജ്യത്തെ ശത്രുവായി കാണുന്ന ആളുകൾ പുറത്തു നിന്ന് ഒരു രീതിയിൽ നമ്മൾ ആക്രമിക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിനകത്തുള്ള ആളുകൾ മറ്റൊരു രീതിയിൽ പരസ്പരം തല്ലി അതിന് വളം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ പൊളിറ്റിക്കൽ നീക്കങ്ങളും ഉണ്ടാവാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ടെററിസ്റ്റ് അറ്റാക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് പരസ്പരം നമ്മൾ പഴിചാരി തമ്മിത്തല്ലാതെ അതിനെതിരെ നമ്മൾ ഒരു ഒരുമയോടെ നിൽക്കണം എന്നുള്ളതാണ്. ഇനിയും ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയൊക്കെ വളരെ അപകടത്തിലാകുന്ന കാലം അധികം ദൂരമില്ല. സോ ഇത്തരത്തിൽ നമ്മൾ വീഡിയോസും വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളതിൽ വൈകാരികത കൊള്ളാതെ കൃത്യമായി ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുമ്പോഴൊക്കെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇടാത്ത രീതിയിൽ പരസ്പരം സാഹോദര്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ഇടാനൊക്കെ ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും നന്നാക്കി കാണിക്കാനോ ഒന്നും പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പൊതുവേ നമ്മുടെ വീഡിയോസും വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ വായിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടതാണ്. അത്രയേ ഉള്ളൂ. കാരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് വാർത്തകളിലൊക്കെ നോക്കുന്ന സമയത്ത് വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുടെ ഭാഗമാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സോ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.